അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഷാബ്സ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സന്തോഷം പങ്കിടുന്നതിനായിട്ട് ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത്. ചെറിയൊരു ഔട്ടിങ്, അതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ചിട്ടൊരു കേക്ക് കട്ടിങ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തതല്ല കേട്ടോ, കുറച്ച് മുമ്പേ എടുത്തതാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഏർണിങ്സ് കിട്ടിയ ഒരു സമയത്ത് അതിൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് ഞാൻ വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനിടയിലാണ് വീട്ടിലെല്ലാവരും കൂടി ചെറിയൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കേക്കിൻ്റെ ബാക്കിയുള്ള പരിപാടികളെല്ലാം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അങ്ങോട്ടേക്ക് പോയി. ഒരു വൺ ഡേ ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ അത്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ നിറഞ്ഞ മരങ്ങളുടെ ഒരു പച്ചപ്പൊക്കെ ആയിട്ട് ഒരു നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. ഞങ്ങൾ പാണിയേലിപ്പോര് എന്ന സ്ഥലത്തേക്കാണ് പോയത്. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് പോയത്. ഇവിടുന്ന് നമുക്ക് ഒരു 2 മണിക്കൂറിൽ താഴെ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് എത്താനായിട്ട്. നമുക്കൊരു 3-4 മണിക്കൂർ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയത് അധികം വെള്ളമില്ലാത്തൊരു സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചൊക്കെ വന്നപ്പോഴേക്കും വണ്ടിയൊക്കെ നല്ല വെയിലത്തായിരുന്നു കിടന്നിരുന്നത്. അപ്പം നല്ല ചൂട് കണ്ടിട്ട് കേക്കിൻ്റെ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കേക്ക് പാറയുടെ പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ഇരുന്നിട്ടാണ് കേക്കൊക്കെ മുറിച്ച് കഴിച്ചത്. നല്ലൊരു രസകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അത്. കേക്ക് മുറിച്ചിട്ട് വെള്ളത്തിലൂടെ ഇതുപോലെ ഒന്ന് പാസ് ചെയ്തിട്ടൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ വെള്ളത്തിലൂടെ ഇതുപോലെ കേക്ക് ഒഴുകി നടക്കുന്നത് കാണാനായിട്ട്. കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല ഇത്ര എൻജോയ് ചെയ്തത് മുറിച്ച് കഴിക്കാനായിട്ട് പറ്റുമെന്ന്. പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്ലാൻ ആയിരുന്നല്ലോ ഇത്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് തന്നെ ഇത് മുറിച്ച് കഴിച്ചിരുന്നു. അതുപോലെ തന്നെ കേക്കും വളരെ ടേസ്റ്റി ആയിരുന്നു എന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിരുന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൊറോണ വല്ലാതെ സ്പ്രെഡായിട്ടുള്ളൊരു വാർത്ത പരന്നത്. പുറം രാജ്യങ്ങളിലൊക്കെ വല്ലാതെ മരണങ്ങൾ അധികരിച്ചതും സോഷ്യൽ മീഡിയ നിറച്ച് അതിൻ്റെ ഒരു വാർത്തകളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു പെട്ടെന്ന് തന്നെ ഒരു പേടിച്ച പോലെയുള്ള ഒരവസ്ഥയിലേക്ക് വന്ന ഒരു സമയമായിരുന്നു അത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ലോകത്തിൻ്റെ തന്നെ ഒരു മുഖച്ഛായ മാറിയിരിക്കുന്ന ഒരു സമയത്ത് എല്ലായിടത്തും ലോക്ക്ഡൗണും പ്രശ്നങ്ങളും എല്ലാവരും വിഷമിച്ച പോലെ ഒരു പേടിച്ചിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഈ ഒരു സന്തോഷത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ ഞാൻ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടുകൂടിയാണല്ലോ എനിക്ക് ഈ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പ്രകൃതി മനോഹരമായ കുറച്ച് കാഴ്ചകൾ കാണാം.